ഇവിടെ ഒരു പെണ്ണിന്റെ ഹസ്ബൻഡ് ഡ്യൂട്ടി ടൈമിൽ മരിച്ചുപോയി. നോക്കിയാൽ ഒരേ ടൈമിൽ ചിരിച്ചിട്ടും കരഞ്ഞോണ്ടും ക്യാഷ് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് പുതിയതായി വന്ന ഒരു പോലീസുകാരനും ഭയങ്കര അസൂയ തോന്നി. അപ്പോഴാണ് കൂടെ വർക്ക് ചെയ്യുന്ന ഒരുത്തനും ഡ്യൂട്ടി ടൈമിൽ മരിച്ചു പോയാൽ ഒരു വലിയ എമൗണ്ട് കോമ്പൻസേഷൻ ആയി കൊടുക്കുമെന്ന് പറഞ്ഞു. അത് കേട്ട രാജുവിന് ഭയങ്കര സന്തോഷമായി. കാരണം അവൻക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റാത്ത ക്യാൻസർ ആയിരുന്നു. സോ വെറുതെ മരിക്കുന്നതിനേക്കാൾ ഡ്യൂട്ടി ടൈമിൽ മരിച്ചാൽ ആ എമൗണ്ട് ഫാമിലിക്ക് കിട്ടുമല്ലോ എന്ന് ചിന്തിച്ചു. അപ്പൊ പെട്ടെന്ന് മേയറുടെ മകളെ ആരോ കിഡ്നാപ്പ് ചെയ്തു എന്നൊരു വാർത്ത കേട്ടു. പോയി നോക്കിയാൽ കിഡ്നാപ്പർമാരുടെ കയ്യിൽ ഗണ്ണുള്ളത് കൊണ്ട് പോലീസുകാർക്കും അവരുടെ അടുത്തേക്ക് പോലും പോകാൻ പേടിയാണ്. എന്നാൽ രാജു എങ്ങനെങ്കിലും മരിക്കാൻ വേണ്ടി ഒരു പേടിയും ഇല്ലാതെ ഒരു കിഡ്നാപ്പറുടെ അടുത്ത് പോയി എന്നെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റോ എന്ന് ചോദിച്ചു. ഇത് കേട്ടിട്ട് തന്നെ കിഡ്നാപ്പറുടെ കൈ വിറക്കാൻ തുടങ്ങി. കണ്ണ് പൂട്ടിയിട്ട് ഷൂട്ട് ചെയ്തതും ഉന്നം തെറ്റി പിന്നിൽ നിന്ന് ഒരുത്തൻ മരിച്ചു വീണു. അടുത്ത സെക്കൻഡിൽ തന്നെ കിഡ്നാപ്പർ സറണ്ടർ ആയി. ഇവനൊക്കെ വേസ്റ്റ് ആണല്ലോ, ഇവനെ അറസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു ബിൽഡിങ്ങിന്റെ അകത്തേക്ക് പോയി. അവിടെയും മെയിൻ കിഡ്നാപ്പർ മേയറുടെ മകളെ ഗൺ പോയിന്റിൽ വെച്ച് നിൽക്കാണ്. പെട്ടെന്ന് രാജു ധൈര്യത്തിന് വേണ്ടി കുറച്ച് വെള്ളം അടിച്ചു മുൻപിലേക്ക് വന്നു. ഞാൻ ടാർഗറ്റ് വരെ വരച്ചിട്ടുണ്ട്, കറക്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഓഫ് കോഴ്സ് അവന്റെ കൈ ഉറച്ചു. ഗണ്ണ് നിലത്ത് വീണു. എന്നാൽ രാജു അത് അവൻക്ക് തന്നെ എടുത്തു കൊടുത്തു. ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു. എന്നാൽ കിഡ്നാപ്പർ ഷൂട്ട് ചെയ്യാനുള്ള ധൈര്യമില്ലാതെ മച്ചാന് കുറച്ച് കള്ള് എനിക്കും കൂടി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ അവർ ഒരുമിച്ചിരുന്ന് കുടിച്ചു. ബഡ്ഡീസ് ആയി മാറി. പോലീസുകാരും വന്ന് ബോധമില്ലാതെ കിഡ്നാപ്പറെ പിടിച്ചുകൊണ്ട് പോയി. നോക്കിയാൽ മേയറുടെ മകളെ രക്ഷിച്ചതിന് അവൻക്ക് പ്രൊമോഷൻ കിട്ടി. എന്നാൽ രാജു അതിലും നിർത്താതെ ഒരു പിടികിട്ടാ പുള്ളിയായ ഒരു പെണ്ണിനെ തിരഞ്ഞു പോയി. അതിൽ അവളോ അവന് നേരെ കത്തി എറിഞ്ഞതും കത്തി നേരെ പോയി മതിലിൽ പോയി കുത്തി നിന്നു. രാജു ഉടനെ ആ കത്തി വലിച്ചൂരി വീണ്ടും അവൾക്ക് തന്നെ എറിഞ്ഞു കൊടുത്തു. ശരിക്കൊന്ന് എറിയാൻ പറ്റുമോ എന്ന് പറഞ്ഞു. നോക്കിയാൽ കത്തി വളഞ്ഞത് കൊണ്ട് തന്നെ ബൂമറാങ് പോലെ അവന്റെ തലക്ക് ചുറ്റും ചുറ്റി അവളുടെ ബോഡിയിൽ തന്നെ പോയി തറച്ചു. ഇതോടെ രാജുവിന് വീണ്ടും പ്രൊമോഷൻ കിട്ടി. ഇതിൽ നിർത്താതെ അവനെ ഒരു ഡോണിന്റെ അടുത്ത് പോയി അലമ്പുണ്ടാക്കി. അയാളും ദേഷ്യം വന്ന് ഷൂട്ട് ചെയ്തതും അയാൾക്ക് ഇപ്പൊ പഴയ പോലെ ഉന്നമൊന്നുമില്ല, ഫുള്ള് മിസ്സായി. അവൻക്കും ക്യാഷ് കൊടുത്ത് അവിടെ നിന്ന് പോകാൻ പറഞ്ഞു. എന്നാൽ രാജു അവനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ആ ക്യാഷ് കത്തിച്ചു കളഞ്ഞു. അയാളും ദേഷ്യം വന്ന് ഷൂട്ട് ചെയ്തു. പക്ഷെ രാജുവിന്റെ നെഞ്ചത്തല്ല ബുള്ളറ്റ് കൊണ്ടത്. അയാളുടെ ശല്യം സഹിക്കാൻ പറ്റാതെ അയാളുടെ സ്വന്തം ഭാര്യ തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ രാജുവിന് വീണ്ടും പ്രൊമോഷൻ കിട്ടി. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവൻ വലിയൊരു പണക്കാരനായി മാറി.